സുരേട്ടാ, ഞാൻ +2 കഴിഞ്ഞ് ഇങ്ങനെ കുറേ ദിവസമായി കുറേ നാളായി നിൽക്കുന്നു. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് ഡൗട്ട്. അങ്ങനെ നമ്മള് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് +2 കഴിഞ്ഞ് എന്ത് ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ സൈക്കോമെട്രിക് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. സൈക്കോമെട്രിക് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, വാട്ട് ആർ യുവർ ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈൽ എന്താണ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, ഇമോഷണൽ കോഷ്യന്റ്, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ കൺവെൻഷണൽ കരിയേഴ്സ്, മിഡിൽ ഏജ് കരിയേഴ്സ്, ന്യൂ ഏജ് കരിയേഴ്സ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ഉതകുന്നതെന്നുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പേരൻസിനെ അറിഞ്ഞുകൂടാ, നമ്മുടെ ടീച്ചേഴ്സിനെ അറിഞ്ഞുകൂടാ, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അത് നമ്മൾ അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നമ്മൾ വർക്ക് ഈസ് ലവ് മെയ്ഡ് വിസിബിൾ എന്നാണ് പറയുന്നത്. നമ്മളുടെ മനസ്സായിരിക്കണം, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം നമ്മൾക്ക് എടുക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇട്ടിട്ട് പോരും. നമ്മളുടെ ജീവിതം തന്നെ ഇതാണ്. നമുക്കങ്ങനെ വളരെയധികം പ്ലാൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ് +2 കഴിഞ്ഞ് എന്തെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഇപ്പം തന്നെ വിളിച്ചിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ എടുക്കുക. തീർച്ചയായും ജീവിത വിജയം ഉണ്ടാവും. സൂരജേട്ടൻ കൂടെ ഉണ്ട്.